ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത ഡിവൈഎഫ്ഐ നേതാവ് നിധിൻ പുല്ലൻ കസ്റ്റഡിയിൽ. തൃശൂർ ഒല്ലൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പോലീസ് പിടികൂടിയത്. ലിഷോയി തന്റെ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ലിഷോയി, കഴിഞ്ഞ ദിവസം പോലീസിനെ നാണം കെടുത്തിയ സംഭവം, പിന്നാലെ പോലീസിന്റെ അന്വേഷണം, പാർട്ടി നേതാക്കളുടെ കരുതൽ, ഇപ്പോൾ എങ്ങനെയാണ് വലയിലാക്കിയത് പ്രതിയെ? ഒല്ലൂരിൽ നിന്നാണ് പിടിയിലായത്. സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇന്നലെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പോലീസ് ആദ്യം ഇയാളെ നിധിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് ഈ നിധിൻ അവിടെ നിന്നും CPM പ്രവർത്തകരുടെ സഹായത്തോടു കൂടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഇയാൾ ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടയിലാണ് ഒല്ലൂരിൽ നിന്നും ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പിടികൂടിയ ശേഷം തുടർ നടപടികൾ, അതായത് ജാമ്യമില്ലാ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കുകയും വധശ്രമത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് പ്രകാരം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ചാലക്കുടി ഡിവൈഎസ്പിക്ക് വരെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രയും വലിയ രീതിയിൽ പ്രതിഷേധമാണ് CPM DYFI SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. എന്തായാലും അതിൽ 4 പ്രതികളെ ഇന്ന് രാവിലെ പിടികൂടിയിരുന്നു. അതിൽ പ്രധാന പ്രതിയാണ് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി പിടികൂടിയത്. ശ്രീ MS ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.